STEM, Indian Science, Technology and Engineering Facilities മാപ്പിലേക്ക് സ്വാഗതം. STEM പോർട്ടലിൽ എക്വിപ്മെന്റ് ബുക്കിംഗ് റിക്വസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാമെന്നത് ഘട്ടം ഘട്ടമായി നോക്കാം. ഈ വീഡിയോയിൽ ഫെസിലിറ്റി ബുക്കിംഗ് റെക്കോർഡ് FBR എന്താണെന്നും അതിന്റെ ലൈഫ് സൈക്കിൾ STEM പോർട്ടലിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും വിശദീകരിക്കാം. ഫെസിലിറ്റി ബുക്കിംഗ് റെക്കോർഡ് വർക്ക് ഫ്ലോ. ഇനി ഫെസിലിറ്റി ബുക്കിംഗ് റെക്കോർഡ് FBR എന്താണെന്നും അതിന്റെ ലൈഫ് സൈക്കിളും STEM പോർട്ടലിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും വിശദീകരിക്കാം. FBR എന്നത് ഒരു പബ്ലിക് യൂസർ എക്വിപ്മെന്റ് സ്ലോട്ട് ബുക്കിംഗ് റിക്വസ്റ്റ് നൽകുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന 10 അക്ക യുണീക്ക് നമ്പറാണ്. ഈ നമ്പർ ബുക്കിംഗ് റിക്വസ്റ്റുകളുടെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു. FBRന്റെ സ്റ്റാറ്റസ് ഇവയായിരിക്കും: പെൻഡിംഗ്, സ്ലോട്ട് അലോക്കേറ്റഡ്, എക്സിക്യൂട്ടഡ്, റിജക്റ്റഡ്, ക്യാൻസൽഡ്. പെൻഡിംഗ്. യൂസർ FBR സൃഷ്ടിച്ചിട്ടും ഓപ്പറേറ്റർ യാതൊരു ആക്ഷനും എടുത്തിട്ടില്ലാത്തതിനാലോ യൂസർ സ്ലോട്ട് റീഷെഡ്യൂൾ ചെയ്തിട്ടില്ലാത്തതിനാലോ FBR പെൻഡിംഗ് സ്റ്റാറ്റസിലായിരിക്കും. സ്ലോട്ട് അലോക്കേറ്റഡ്. ഓപ്പറേറ്റർ ഒരു സ്ലോട്ട് അലോക്കേറ്റ് ചെയ്താൽ FBR സ്ലോട്ട് അലോക്കേറ്റഡ് സ്റ്റേറ്റസിലേക്ക് മാറും. എക്സിക്യൂട്ടഡ്. യൂസർ അല്ലെങ്കിൽ ഓപ്പറേറ്റർ എക്സിക്യൂഷൻ സ്ഥിരീകരിച്ചാൽ FBR എക്സിക്യൂട്ടഡ് സ്റ്റാറ്റസിലേക്ക് മാറും. റിജക്റ്റഡ്. ഓപ്പറേറ്റർ സ്ലോട്ട് റിജക്റ്റ് ചെയ്താൽ FBR റിജക്റ്റഡ് സ്റ്റേറ്റസിലായിരിക്കും. ഓപ്പറേറ്റർക്ക് ആവശ്യമെങ്കിൽ സ്ലോട്ട് റീസ്കെഡ്യൂൾ ചെയ്ത് റിജക്റ്റഡ് FBR വീണ്ടും റീഓപ്പൺ ചെയ്യാനാണ്. ക്യാൻസൽഡ്. യൂസർ സ്ലോട്ട് ക്യാൻസൽ ചെയ്താൽ FBR ക്യാൻസൽഡ് സ്റ്റേറ്റസിലാവും. ക്യാൻസൽഡ് FBRൽ യൂസറിനും ഓപ്പറേറ്ററിനും ഇനി യാതൊരു ആക്ഷനും എടുക്കാനാവില്ല. ഒരു FBR സൃഷ്ടിക്കപ്പെടുമ്പോഴും അതിന്റെ സ്റ്റാറ്റസ് മാറുമ്പോഴും അത് സംബന്ധിച്ച വിവരങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ കസ്റ്റോഡിയൻസിനും ബന്ധപ്പെട്ട ടെക്നോളജിസ്റ്റിന് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സിനും കൂടാതെ പബ്ലിക് യൂസറിനും സിസ്റ്റം സ്വയമേ ഇമെയിൽ നോട്ടിഫിക്കേഷൻ അയക്കും. ബുക്കിംഗ് പുരോഗതിയെക്കുറിച്ച് എല്ലാവർക്കും അറിവുണ്ടെന്ന് ഇത് ഉറപ്പാക്കുന്നു. FBR സ്റ്റാറ്റസ് പെൻഡിംഗ് ആണെങ്കിൽ FBR സ്റ്റാറ്റസ് പെൻഡിംഗ് ആയാൽ ടെക്നോളജിസ്റ്റിനോ ഓപ്പറേറ്റർക്കോ ബുക്കിംഗ് അഭ്യർത്ഥന അനുവദിക്കാനോ നിരസിക്കാനോ കഴിയും. ബുക്കിംഗുകൾ അനുവദിക്കുന്നത്: ടെക്നോളജിസ്റ്റോ ഓപ്പറേറ്ററോ ആയി ലോഗിൻ ചെയ്യുക. റിപ്പോർട്ടുകളിലേക്ക് നാവിഗേറ്റ് ചെയ്ത് ഡാഷ്ബോർഡ് തിരഞ്ഞെടുക്കുക. പെൻഡിംഗ് റിക്വസ്റ്റ് എന്നതിന് താഴെയുള്ള മോർ ഇൻഫോ ക്ലിക്ക് ചെയ്യുക. തീർപ്പാക്കാത്ത FBRകളുടെ പട്ടികയിൽ നിന്ന് നിങ്ങളുടെ FBR തിരഞ്ഞ് ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. 10 അക്ക FBR നമ്പർ ഉപയോഗിച്ച് സെർച്ച് ബാറിൽ FBR തിരയാനും കഴിയും. ആ FBRന്റെ വിശദമായ പേജ് തുറക്കും. അവിടെ അലോക്കേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. allocate equipment എന്നൊരു പോപ്പപ്പ് പേജ് പ്രത്യക്ഷപ്പെടും. ടെക്നോളജിസ്റ്റിനോ ഓപ്പറേറ്റർക്കോ ആവശ്യമെങ്കിൽ പബ്ലിക് യൂസർ ടൈപ്പ്, റിക്വസ്റ്റഡ് സ്ലോട്ട്, ഡേറ്റ് ആൻഡ് ടൈം, അതർ ചാർജസ്, ഡിസ്കൗണ്ട് എന്നിവ അപ്ഡേറ്റ് ചെയ്യാം. എല്ലാം പൂർത്തിയാക്കിയ ശേഷം allocate ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്ലോട്ട് allocate ചെയ്തതിനു ശേഷം ടെക്നോളജിസ്റ്റിനും ഓപ്പറേറ്ററിനും പബ്ലിക് യൂസേഴ്സിനും പേയ്മെന്റ്, ഇൻവോയ്സ് എന്നിവ സംബന്ധിച്ച കാര്യങ്ങളിൽ പരസ്പരം സഹകരിച്ച് കാര്യങ്ങൾ ഏകോപിപ്പിക്കാവുന്നതാണ്. ബുക്കിംഗ്സ് നിരസിക്കാം. ടെക്നോളജിസ്റ്റോ ഓപ്പറേറ്ററോ റിജക്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രത്യക്ഷപ്പെടുന്ന പോപ്പപ്പ് സ്ക്രീനിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് റിജക്ഷൻ റീസൺ തിരഞ്ഞെടുക്കുക. ശേഷം റിജക്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സ്ഥിരീകരിക്കുക. ഇതോടെ FBR സ്റ്റാറ്റസ് റിജക്റ്റഡ് ആയി മാറും. FBR സ്റ്റാറ്റസ് സ്ലോട്ട് അലോക്കേറ്റഡ് ആണെങ്കിൽ FBR സ്റ്റാറ്റസ് സ്ലോട്ട് അലോക്കേറ്റഡ് ആയിരിക്കുമ്പോൾ ടെക്നോളജിസ്റ്റിനോ ഓപ്പറേറ്റർക്കോ ബുക്കിംഗ് റിക്വസ്റ്റ് എക്സിക്യൂട്ട്, റീഷെഡ്യൂൾ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാൻ കഴിയും. സ്ലോട്ട് അനുവദിച്ച തീയതിക്ക് ശേഷം മാർക്ക് FBR ആസ് എക്സിക്യൂട്ടഡ് ബട്ടൺ വിശദമായ പേജിൽ പ്രത്യക്ഷപ്പെടും. FBR നിർവഹിച്ച ശേഷം മാർക്ക് FBR ആസ് എക്സിക്യൂട്ടഡ് എന്ന സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള അധികാരം ടെക്നോളജിസ്റ്റിനോ ഓപ്പറേറ്റർക്കോ അല്ലെങ്കിൽ പബ്ലിക് യൂസറിനോ ഉണ്ടായിരിക്കും. FBRനെ മാർക്ക് FB ആസ് എക്സിക്യൂട്ടഡ് ആയി അടയാളപ്പെടുത്തിയതോടെ അതിന്റെ സ്റ്റാറ്റസ് എക്സിക്യൂട്ടഡ് ആയി മാറും. ബുക്കിംഗ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനായി ടെക്നോളജിസ്റ്റോ ഓപ്പറേറ്ററോ ആയി ലോഗിൻ ചെയ്ത് റിപ്പോർട്ടുകളിലേക്ക് പോകുക. തുടർന്ന് ഡാഷ്ബോർഡ് തിരഞ്ഞെടുക്കുക. അലോക്കേറ്റ് ബുക്കിംഗുകൾ എന്നതിന്റെ കീഴിലുള്ള മോർ ഇൻഫോ ക്ലിക്ക് ചെയ്യുക. അലോക്കേറ്റ് FBRകളുടെ പട്ടികയിൽ നിന്ന് നിങ്ങളുടെ FBR കണ്ടെത്തി ആക്ഷൻ ക്ലിക്ക് ചെയ്യുക. 10 അക്ക FBR നമ്പർ ഉപയോഗിച്ച് സെർച്ച് ബാർ വഴി നേരിട്ട് തിരയാനും കഴിയുന്നതാണ്. വിശദമായ പേജിൽ മാർക്ക് FBR ആസ് എക്സിക്യൂട്ടഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു പോപ്പപ്പ് പേജ് പ്രത്യക്ഷപ്പെടും. അവിടെ
ഡേറ്റ് ഓഫ് ആലൊക്കേഷൻ, ഡേറ്റ് ഓഫ് കംപ്ലീഷൻ, ഫൈനൽ എമൗണ്ട് എന്നിവ നൽകിയ ശേഷം മാർക്ക് FBR ആസ് എക്സിക്യൂട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടെ FBR സ്റ്റാറ്റസ് എക്സിക്യൂട്ടഡ് ആയി മാറും. ബുക്കിംഗുകൾ റീഷെഡ്യൂൾ ചെയ്യുന്നതിനായി ടെക്നോളജിസ്റ്റോ ഓപ്പറേറ്ററോ റീസ്കെഡ്യൂൾ ബട്ടൺ തിരഞ്ഞെടുക്കുക. allocate എക്വിപ്മെന്റ് എന്ന പോപ്പപ്പ് പേജ് പ്രത്യക്ഷപ്പെടും. അവിടെ ടെക്നോളജിസ്റ്റിനോ ഓപ്പറേറ്റർക്കോ ആവശ്യമെങ്കിൽ പബ്ലിക് യൂസർ ടൈപ്പ്, റിക്വസ്റ്റഡ് സ്ലോട്ട് ഡേറ്റ് ആൻഡ് ടൈം, അതർ ചാർജസ്, ഡിസ്കൗണ്ട് എന്നിവ അപ്ഡേറ്റ് ചെയ്യാം. ശേഷം allocate ബട്ടൺ ക്ലിക്ക് ചെയ്യുക. FBR സ്റ്റേറ്റസ് സ്ലോട്ട് allocated എന്ന നിലയിൽ തന്നെയായിരിക്കും. ബുക്കിംഗുകൾ റീജക്റ്റ് ചെയ്യുന്നതിനായി ടെക്നോളജിസ്റ്റോ ഓപ്പറേറ്ററോ റിജക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രത്യക്ഷപ്പെടുന്ന പോപ്പപ്പ് സ്ക്രീനിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് റിജക്ഷൻ റീസൺ തിരഞ്ഞെടുക്കുക. ശേഷം റിജക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സ്ഥിരീകരിക്കുക. ഇതോടെ FBR സ്റ്റാറ്റസ് റിജക്റ്റഡ് ആയി മാറും. ഐസ്റ്റെം പോർട്ടലിന്റെ പങ്ക് ബുക്കിംഗ് ചെയ്യുന്നതിലേക്കും ആക്സസ് നൽകുന്നതിലേക്കും മാത്രമാണ് പരിമിതപ്പെട്ടിരിക്കുന്നു. ഡാറ്റ അനാലിസിസ് ഗവേഷകരുടെ ഉത്തരവാദിത്തമായി തുടരും. അതിനാൽ പബ്ലിക് യൂസർ ഡാറ്റ അനാലിസിസ് എളുപ്പമാക്കുന്നതിനായി ഔട്ട്പുട്ട് ഡാറ്റ പബ്ലിക് യൂസറുകൾക്ക് സൗഹൃദപരമായ ഫോർമാറ്റുകളിൽ നൽകാൻ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. FBR സ്റ്റാറ്റസ് എക്സിക്യൂട്ടഡ് ആണെങ്കിൽ FBR എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെക്നോളജിസ്റ്റോ ഓപ്പറേറ്ററോ ഫീഡ്ബാക്ക് സമർപ്പിക്കണം. കൂടാതെ FBR സർട്ടിഫിക്കറ്റ് കാണാനും ഡൗൺലോഡ് ചെയ്യാനും കഴിയും. ഫീഡ്ബാക്ക് സമർപ്പിക്കുന്നതിനായി എക്സിക്യൂട്ട് ചെയ്ത FBR പ്രവർത്തിക്കാൻ ടെക്നോളജിസ്റ്റോ ഓപ്പറേറ്ററോ ആയി ലോഗിൻ ചെയ്യുക. റിപ്പോർട്ടുകളിലേക്ക് നാവിഗേറ്റ് ചെയ്ത് ഡാഷ്ബോർഡ് തിരഞ്ഞെടുക്കുക. FBR എക്സിക്യൂട്ടഡ് എന്നതിന് താഴെയുള്ള മോർ ഇൻഫോ ക്ലിക്ക് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്ത FBR ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ FBR തിരഞ്ഞ് ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. 10 അക്ക FBR നമ്പർ ഉപയോഗിച്ച് സെർച്ച് ബാറിൽ FBR തിരയാനും കഴിയും. ആ FBRനായി വിശദമായ ഒരു പേജ് ദൃശ്യമാകും. ഫീഡ്ബാക്ക് ഫോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഫീഡ്ബാക്ക് ഫോം പോപ്പപ്പ് പേജ് ദൃശ്യമാകും. ടെക്നോളജിസ്റ്റ്/ഓപ്പറേറ്റർ ഫീഡ്ബാക്ക് നൽകുക. ഇനി സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഫീഡ്ബാക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റാൻ കഴിയില്ല. ഫീഡ്ബാക്ക് ഫോം ബട്ടൺ അപ്രത്യക്ഷമാകും. FBR സർട്ടിഫിക്കറ്റ് കാണാനും ഡൗൺലോഡ് ചെയ്യാനോ FBR സർട്ടിഫിക്കറ്റ് കാണുന്നതിന് ടെക്നോളജിസ്റ്റിനോ ഓപ്പറേറ്റർക്കോ FBR സർട്ടിഫിക്കറ്റ് ബട്ടൺ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി FBR സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. FBR സ്റ്റാറ്റസ് റിജക്റ്റഡ് ആണ്. FBR സ്റ്റാറ്റസ് നിരസിക്കപ്പെട്ടാൽ ബുക്കിംഗ് റിക്വസ്റ്റ് പുനഃക്രമീകരിച്ചുകൊണ്ട് ടെക്നോളജിസ്റ്റിനോ ഓപ്പറേറ്റർക്കോ വീണ്ടും പ്രവർത്തനം കൈക്കൊള്ളാൻ കഴിയും. ബുക്കിംഗ് റിക്വസ്റ്റ് വീണ്ടും സ്വീകരിക്കാൻ ടെക്നോളജിസ്റ്റോ ഓപ്പറേറ്ററോ ആയി ലോഗിൻ ചെയ്യുക. റിപ്പോർട്ട്സിലേക്ക് നാവിഗേറ്റ് ചെയ്ത് ഡാഷ്ബോർഡ് തിരഞ്ഞെടുക്കുക. റിജക്റ്റഡ് റിക്വസ്റ്റ് എന്നതിന് കീഴിലുള്ള മോർ ഇൻഫോ ക്ലിക്ക് ചെയ്യുക. നിരസിക്കപ്പെട്ട FBRകളുടെ പട്ടികയിൽ നിന്ന് നിങ്ങളുടെ FBR തിരഞ്ഞ് ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. 10 അക്ക FBR നമ്പർ ഉപയോഗിച്ച് സെർച്ച് ബാറിൽ FBR തിരയാനും കഴിയും. ആ FBRനായി വിശദമായ ഒരു പേജ് ദൃശ്യമാകും. റീസ്കെഡ്യൂൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു allocate equipment പോപ്പപ്പ് പേജ് ദൃശ്യമാകും. ടെക്നോളജിസ്റ്റ്/ഓപ്പറേറ്റർ പബ്ലിക് യൂസർ ടൈപ്പ്, അഭ്യർത്ഥിച്ച സ്ലോട്ട്, തീയതിയും സമയവും, മറ്റ് ചാർജുകൾ, ബാധകമായ കിഴിവ് എന്നിവ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി allocate ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്ലോട്ട് allocated ആയി മാറും. FBR സ്റ്റാറ്റസ് ക്യാൻസൽ. പബ്ലിക് യൂസർ FBR റദ്ദാക്കി കഴിഞ്ഞാൽ ടെക്നോളജിസ്റ്റ്, ഓപ്പറേറ്റർ അല്ലെങ്കിൽ പബ്ലിക് യൂസർ എന്നിവർക്ക് യാതൊരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല. റദ്ദാക്കിയ FBRന്റെ പട്ടികയും അവയുടെ വിശദാംശങ്ങളും ടെക്നോളജിസ്റ്റിനോ ഓപ്പറേറ്റർക്കോ കാണാൻ കഴിയും. ക്യാൻസൽ റിക്വസ്റ്റ് കാണുന്നതിന്, റദ്ദാക്കിയ FBR കാണുന്നതിന് ടെക്നോളജിസ്റ്റോ ഓപ്പറേറ്ററോ ആയി ലോഗിൻ ചെയ്യുക. റിപ്പോർട്ട്സിലേക്ക് നാവിഗേറ്റ് ചെയ്ത് ഡാഷ്ബോർഡ് തിരഞ്ഞെടുക്കുക. ക്യാൻസൽ റിക്വസ്റ്റ് എന്നതിന് കീഴിലുള്ള മോർ ഇൻഫോ ക്ലിക്ക് ചെയ്യുക. റദ്ദാക്കിയ FBR ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ FBR തിരഞ്ഞ് ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. 10 അക്ക FBR നമ്പർ ഉപയോഗിച്ച് സെർച്ച് ബാറിൽ FBR തിരയാനും കഴിയും. ആ FBRനുള്ള വിശദമായ ഒരു പേജ് ദൃശ്യമാകും. താങ്ക് യു ഫോർ വാച്ചിങ്. ഐസ്റ്റെമിനെ കുറിച്ചുള്ള കൂടുതൽ ട്യൂട്ടോറിയലുകൾക്കായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.